ശർക്കര വരട്ടിയില്ലാതെ ഓണസദ്യ പൂർണ്ണമാവില്ല അല്ലേ? നമ്മളിവിടെ ഉപ്പേരി എന്നാണ് പറയുന്നത്. നമുക്കിത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. ആദ്യം കുറച്ച് വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി പച്ചക്കായയുടെ തൊലി കളഞ്ഞ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 3 പച്ചക്കായയാണ് എടുത്തിരിക്കുന്നത്. ഓരോ കായയും എടുത്ത് പുറം ഭാഗം കത്തി കൊണ്ട് ഒന്നും കൂടെ നന്നായി വൃത്തിയാക്കി എടുക്കണം. ഇനി കായ ഓരോന്നും ഇതുപോലെ ഒരേ കനത്തിൽ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. അത് വീണ്ടും മഞ്ഞൾ വെള്ളത്തിലിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം ഒപ്പി മാറ്റി വെക്കുക. കഷ്ണങ്ങളുടെ കനം ഒരുപോലെ ആയാൽ ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാം ഒരേപോലെ ക്രിസ്പിയായി കിട്ടും. ഇനി ഇതൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണോ യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. കായ കഷ്ണങ്ങൾ നല്ല ഗോൾഡൻ നിറത്തിലും ക്രിസ്പിയായും വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കുക. ഇനി ശർക്കര വരട്ടിയുടെ ആ ഒരു സ്പെഷ്യൽ പൗഡർ തയ്യാറാക്കണം. 1 ടേബിൾ സ്പൂൺ ചുക്ക് പൗഡർ, 1 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി. ഇത് പഞ്ചസാര ചേർത്ത് പൊടിച്ചതായതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ, ഇല്ലെങ്കിൽ അര എടുത്താൽ മതി. 1/2 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അടുത്തത് നമുക്ക് ശർക്കര വരട്ടി തയ്യാറാക്കാം. നല്ല കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 200 ഗ്രാം ശർക്കര പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊരു അല്പം ഡാർക്ക് കളറുള്ള ശർക്കര പൊടിയാണ്. നിങ്ങൾക്ക് വൈറ്റ് കളറിലുള്ള ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളവും ചേർത്ത് ശർക്കര നന്നായി അലിഞ്ഞ് ഒരു നൂൽ പാകമാകുന്നതുവരെ വറ്റിച്ചെടുക്കണം. ഇനി നേരത്തെ വറുത്ത് വെച്ച കായ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് ശർക്കര പാനി എല്ലാ കഷ്ണങ്ങളിലും നന്നായി പിടിക്കുന്നവരെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ശർക്കര പാനി കായയിൽ നന്നായി കോട്ടാവണം കേട്ടോ. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശെയായി ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. പാത്രത്തിൻ്റെ ചൂട് കുറയുന്നതിനനുസരിച്ചിട്ട് ഓരോ കഷ്ണങ്ങളും വിട്ട് വരും കേട്ടോ. നന്നായി ചൂടാറിയതിന് ശേഷം ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാം. ഒരു അടിപൊളി ശർക്കര വരട്ടിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം.